വരൂ നമുക്ക് ഭാഗവതം പഠിക്കാം. ഇതിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ആ ഗംഗാദത്തൻ കൃഷ്ണനെ കണ്ടു തെളിഞ്ഞ് അന്യൂനഭക്തിയ നിജചിത്തത്തിൽ ഉറപ്പിച്ചു വർണ്ണിച്ചു. ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ട് പുണ്യവാൻ തൻ്റെ ശേഷക്രിയകൾ അതും ചെയ്ത് ഹസ്തിനപുരി പുക്ക് രാജ്യവും പരിപാലിച്ച് അത്തലുമൊഴിച്ചു വാണിയിടിനാൻ ധർമാത്മജൻ. കൃഷ്ണനും പൗരാണിക ആചാര്യനാം ധൗമ്യൻ താനും ജിഷ്ണു ഭീമാദികളുമൊത്തുടൻ പനിമല പുക്കുടൻ നിധിയെടുത്ത് അശ്വമേധവും കഴിച്ച് ഉൾക്കാമ്പിൽ ധർമാത്മജൻ എത്രയും സുഖം ചേർത്തു വർത്തിച്ച് കൂടെ പിരിയാതെ 4-5 മാസം ഉത്തമ ശ്ലോകൻ തത്ര വസിച്ചോരനന്തരം കുന്തിയെ കണ്ട് വന്ദിച്ച് അന്തസ്താപവും തീർത്ത് കുന്തി നന്ദനന്മാരോട് അനുവാദവും കൈക്കൊണ്ട് ശ്രീമദ് ദ്വാരകാപുരിക്കങ്ങ് എഴുന്നള്ളിയിടിനാൻ. കാമതൻ തന്നെ കണ്ട് സുഖിച്ചാർ എല്ലാവരും. അക്കാലം ചക്രായുധൻ മായയാ ഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നൊരു പുത്രനെ പെറ്റാൾ മാത്സ്യനന്ദന. മാത്സ്യനന്ദൻ എന്ന് പറഞ്ഞാൽ മാത്സ്യരാജാവിൻ്റെ പുത്രിയായ ഉത്തര. പരീക്ഷിച്ച് എടുത്ത് ഉളനായ പുത്രന് പരീക്ഷിത്ത് എന്നിട്ടിതു നാമത്തെയും. തൽഗുണഗണങ്ങൾ രാജേന്ദ്ര ശേഖരത്വം കണ്ട് ഉൾക്കുതുകേന പാണ്ഡുപുത്രരാൽ അനുദിനം ശിക്ഷിതനായുള്ളൊരു ബാലകൻ വളരുന്നാൾ ശിക്ഷണം നൽകപ്പെട്ടവൻ, അതാണ് ശിക്ഷിതൻ. കൃഷ്ണനന്ദനായ വിതുരൻ നടേ തന്നെ തീർത്ഥങ്ങളാടി നടക്കുന്നവൻ പോന്നു വന്നു. ഇവിടെ കൃഷ്ണനന്ദനൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനല്ല, വേദവ്യാസൻ്റെ പേരാണ് കൃഷ്ണൻ. കൃഷ്ണൻ ദ്വൈവായനൻ, യഥാർത്ഥ പേര് കൃഷ്ണദ്വൈവായനൻ എന്നാണ്. ആ കൃഷ്ണൻ്റെ ആ വേദവ്യാസൻ്റെ മകൻ ആയ വിതുരൻ, അതാണ് പറയുന്നത്. പാർത്ഥിവനായ ധൃതരാഷ്ട്രാദി ബന്ധുക്കളെ കണ്ട് കൗതുകം വളർന്ന് 5-6 ദിനം പാർത്തുകൊണ്ട് രാത്രിയിൽ ധൃതരാഷ്ട്രരെ കൊണ്ടുപോയാൻ. പിറ്റേന്നാൾ ഉഷക്കാലെ നിത്യകർമ്മവും ചെയ്ത് തെറ്റെന്ന് ധർമാത്മജൻ അച്ഛനെ കാണുവാൻ ചെന്നു. കണ്ടിയില്ല പിതാവിനെ. എന്തതെന്ന് അന്വേഷിച്ചിട്ട് ഉണ്ടായ പരമാർത്ഥം കേട്ട് അവൻ ദുഃഖത്തോടെ മുമ്പിട്ട് വസിക്കുമ്പോൾ അൻപഴും ശ്രീ നാരദൻ മുമ്പിൽ വന്ന് ആവിർഭവിച്ച് ഉണ്ടായ മനസ്താപം യുക്തിയുക്തങ്ങളായ വാക്യപീയൂഷം കൊടുത്ത് ദുഃഖവെ ശമിപ്പിച്ച് ഭൂപതി വീരൻ തൻ്റെ സദ്ഗതി മാർഗത്തോളം ബോധിപ്പിച്ച് അധ യഥാ നിർഗമിച്ചിടും മുനീന്ദ്രോക്തി മാർഗോപശ്രേണ്യ വിശ്വാസഭക്തിയ ചെല്ലും കാലത്ത് മൃതരായോരച്ഛനും അമ്മമാർക്കും തൽശേഷക്രിയകളും കൃത്വ രാജ്യവും പരിപാലിച്ച് ധർമ്മത്തോടെ 36 ചെന്നളവ് ഇന്ദ്രാത്മജൻ, അതായത് അർജുനൻ, കൃഷ്ണനെ കാണുവാൻ ശ്രീമദ് ദ്വാരക അകമ്പുക്കാൻ. കൃഷ്ണനും ഭൂഭാരം തീർത്ത് ആനന്ദപദം ചേർന്നാൻ. ജിഷ്ണുനന്ദനായ ജിഷ്ണുതൻ, ഇവിടെ ജിഷ്ണുനന്ദനൻ എന്ന് വെച്ചാൽ ജിഷ്ണു എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രൻ്റെ പുത്രനായ അർജുനനും ജിഷ്ണു എന്നൊരു പേരുണ്ട്. ജിഷ്ണുനന്ദനായ ജിഷ്ണുതാൻ ഭഗവാനെ തൃഷ്ണയ കണ്ടു വന്ദിച്ച് അങ്ങ് പോന്നിടുവാൻ പോയവൻ കാലം 4 മാസം വൈകിയത് എന്തായതെന്നറിയാഞ്ഞ് ദുഃഖിച്ചു ധർമാത്മജൻ. ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ചു സഹോദരൻ എന്നങ്ങനെ വായിക്കരുത്. ദുർനിമിത്തങ്ങൾ കണ്ടു ശങ്കിച്ചു സഹോദരൻ തന്നോടും സകലാത്മാവാകിയ ജഗന്മയൻ പന്നകശായി വസുദേവനന്ദനൻ നമുക്ക് അന്നുണ്ടായ താപം തീർത്ത് അനുദിനം രക്ഷിച്ച പരമാത്മാ തന്നെ ലോകപ്രാപ്തിക്ക് ഇക്കാലം അവകാശമായതോ ശിവശിവ. കൃഷ്ണ രാമാത്മരാമ ഗോവിന്ദ ശിവരാമ വിഷ്ണുജ സഖേ പരിപാലയ കുലം മമ വിശ്വനായക ജഗൽപുണ്യമേ ദയാനിധേ ശാശ്വതാനന്ദപ്രഭോ ശരണം മേ. യുദ്ധത്തിനിദ്ധം ഓർത്ത് അത്തൽ ചെല്ലിയിടും നേരം എത്രയും തേജോഹീനനായി അതിമന്ദം ദുഃഖമുൾക്കൊണ്ട് മുഖപത്മവും വാടിത്തളർന്ന് ഉൾക്കനം വിട്ട് കരഞ്ഞ് അശ്രുക്കൾ തൂകി ചക്രനന്ദനൻ വന്ന്, ചക്രനന്ദനൻ എന്ന് വെച്ചാൽ ശക്രൻ ദേവേന്ദ്രൻ്റെ പുത്രനായ ഇന്ദ്രൻ വന്നു. ചക്രനന്ദനൻ വന്നു കൈതൊഴുത് അരികത്ത് നിൽക്കുമ്പോൾ അവനുടെ ഭാവം കണ്ടവൻ ഈശൻ
അവനുടെ ഭാവം കണ്ട അവനീശൻ എന്ന് വെച്ചാൽ രാജാവ്, അവനീശൻ എന്ന് വെച്ചാൽ രാജാവ്, അതായത് ധർമ്മപുത്രർ. അവനുടെ ഭാവം കണ്ട് അവനീശൻ മിക്കതും അവസ്ഥകൾ ഉൾക്കാമ്പിലറിഞ്ഞ് ശ്രീകൃഷ്ണാദി യദുക്കൾ തൻ കുശലം വിചാരിച്ചാൽ. ശക്രജൻ തതുത്തരം അങ്ങനെ എഴുതിയേക്കുന്നത്, അങ്ങനെ വായിക്കരുത്. ശക്രജൻ തൽ ഉത്തരം ചൊല്ലുവാൻ വല്ലാഞ്ഞ് സന്തപ്തനാമവൻ പൊട്ടിക്കരഞ്ഞ് ചൊല്ലിയിടിനാൻ. നമ്മുടെ സഖി കൃഷ്ണൻ നമ്മെ ഉപേക്ഷിച്ച് നിർമ്മല പദം പ്രാപിച്ചിടിനാൻ മുസലിയും. അങ്ങനെ എഴുതിയേക്കുമ്പോൾ നമ്മുടെ സഖി കൃഷ്ണൻ നമ്മെ ഉപേക്ഷിച്ചു, അവിടെ നിർത്തണം. നിർമ്മല പദം പ്രാപിച്ചിടിനാൻ മുസലിയും, ബലരാമൻ്റെ കഥ പേരാണ് പറയുന്നത്. മുസലി എന്ന് വെച്ചാൽ മുസലം, ഉലക്ക കയ്യിലേന്തിയ ആൾ, അതുകൊണ്ട് മുസലി ബലരാമൻ. നമ്മുടെ സഖി കൃഷ്ണൻ നമ്മെ ഉപേക്ഷിച്ചു, അവിടെ നിർത്തിയിട്ട് നിർമ്മല പദം പ്രാപിച്ചിടിനാൻ മുസലിയും, അത് വായിക്കണം. മതം പൂണ്ട് തപോധനന്മാർ തന്നെ ചെന്ന് നിർമൂലം സാമ്പാദികൾ ഭർഷിച്ചുണ്ടായ സാമ്പൻ ശ്രീകൃഷ്ണൻ്റെ മകൻ സനകാദി മാമുനിമാരെ പരിഹസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കഥയൊക്കെ ഇനി പറയും. അങ്ങനെ സാമ്പൻ മൂലമുണ്ടായ ആ പ്രശ്നത്തിൽ സാമ്പാദികൾ ഭർഷിച്ച് അങ്ങനെ വായിക്കണം. ഭത്സിച്ചുണ്ടായ, അതായത് അവർ ദേഷിച്ച് അവർ പ്രശ്നമുണ്ടാക്കിയ ആ ക്രോധം മൂലമുണ്ടായ സാമ്പാദികൾ ഭത്സിച്ചുണ്ടായ ശാപാൻ വാരിധീതീരത്തിങ്കൽ പൂരിതകൃതമായൊരു ഏരക കണിശങ്ങൾ കൊണ്ട്, ഏരകപ്പുല്ല് അതാണ്, ഏരക കണിശങ്ങൾ കൊണ്ട് ഞങ്ങളിൽ തന്നെ യാദവന്മാരും പ്രഹരിച്ച് ചത്ത് ഒടുങ്ങിനാർ. ആദിപൂണ്ട് അത് കണ്ട് മാധവപ്രിയകളും മാതാവും ജനകനും ഉഗ്രസേനാദികളും ഭീതിഹോത്രനിൽ ചാടിക്കൂടിയിടിനാൻ എല്ലാവരും. ഭീതിഹോത്രൻ എന്ന് വെച്ചാൽ അഗ്നി, എല്ലാവരും അഗ്നിയിൽ ചാടി മരിക്കുന്നു എന്ന് പറയുകയാണ്. ഞാൻ അവർക്കെല്ലാം ഉദകക്രിയകളും ചെയ്ത് ദീനനായി വിടകൊള്ളും നേരത്ത് സമുദ്രവും ദ്വാരകാപുരിയുടൻ വേഗേന മുക്കിക്കൂടി. അർജുനൻ വന്ന് പറയുകയാണ് അവിടെ നടന്ന സംഭവങ്ങൾ. വേരോടുകൂടി പറഞ്ഞുയർന്നു സന്താനവും, സന്താനം എന്ന് വെച്ചാൽ അരയാൽ എന്നാണ്, ദേവവൃക്ഷം. വേരോടുകൂടി അതും മറിഞ്ഞു വീണെന്ന് പറയുകയാണ്. നാരിമാരെയും വജ്രനാം ഇവനെയും കൊണ്ട് പാരാതെ വിടകൊണ്ടേൻ ആവതെന്ത് എനിക്കയ്യോ. വജ്രൻ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ മകൻ പ്രദ്യുമ്നൻ, പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ, അനിരുദ്ധൻ്റെ മകൻ വജ്രൻ. ആ വജ്രനെയും കൊണ്ട് വരികയാണ് അർജുനൻ. ദേവകീ സൂനോ ജഗൽപുണ്യ കാരുണ്യാംബുധേ, കേവ സഖികൾ ആരുള്ളത് നിന്നെപ്പോലെ. സർവ അപരാധങ്ങളെ സഹിച്ചു സദാകാലം, സർവ ആപത്തുകൾ ഞങ്ങൾക്ക് അന്നുണ്ടായതെല്ലാം തീർത്ത് കാത്തിത് അവ്യയ സാമ്രാജ്യ പദ ലക്ഷ്മീപദ പ്രാപ്തി നൽകുവാൻ. സമസ്തുഭ്യം, അവിടെ നമസ്തുഭ്യമല്ല, സമസ്തുഭ്യം അന്നുഹം വിഭോ. പാർത്ഥൻ, അതായത് അർജുനൻ, പാർത്ഥൻ ഈ വണ്ണം കരഞ്ഞ് ആർത്തനായി, പാർത്ഥൻ ഈ വണ്ണം പറഞ്ഞ് ആർത്തനായി കരഞ്ഞു. തദ്വാർത്ത എന്നെഴുതിയേക്കുന്നത് അങ്ങനെ വായിക്കരുത്, തൽ വാർത്ത കേട്ടതു നേരം ധർമ്മജൻ അകതാരിൽ തീർത്ത സന്താപം ചൊൽകിൽ ഈശ്വര നടുങ്ങിയിടും. ഇതെല്ലാം കേട്ട് ധർമ്മപുത്രർക്ക് ദുഃഖമുണ്ടായെന്ന് പറയുകയാണ്. പാർത്ഥൻ ഈ വണ്ണം പറഞ്ഞ് ആർത്തനായി കരഞ്ഞു, അങ്ങനെ വായിക്കണം. തൽ വാർത്ത കേട്ടതു നേരം ധർമ്മജൻ അകതാരിൽ തീർത്ത സന്താപം ചൊൽകിൽ ഈശ്വര നടുങ്ങിയിടും. ഇവിടെ ഇർ എന്ന അക്ഷരം പ്രാസം വെച്ച് എഴുത്തച്ഛൻ എഴുതിയിരിക്കുകയാണ്. ഓർത്തു പാർത്ത് അത് നിജധൈര്യം കൊണ്ട് അവനീശൻ പേർത്തുടൻ അടക്കി ഉന്നം ഗ്രഹിച്ചിരിക്കുന്നോര് ആത്മജ്ഞാനത്താൽ അഖിലേശൻ തന്നെ കണ്ട് പദാംഭോജത്തിങ്കൽ ആമ്മാറ് സകലവും കൽപ്പിച്ച് സമർപ്പിച്ച് വിശ്വസിച്ച് അനന്തരാഗാദി ദോഷങ്ങളും ഏഷണത്രയങ്ങളും, ഏഷണത്രയം എന്ന് വെച്ചാൽ മൂന്ന് ത്രയം, മൂന്ന് ഏഷണം, മൂന്ന് ഏഷണങ്ങളുണ്ട്. വിത്തേഷണ, ധാരേഷണ, പുത്രേഷണ. അതായത് ധനങ്ങളും ഭാര്യയും പുത്രനെയും എല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് അല്ലെ ഉപേക്ഷിച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കായി നിർവഹിപ്പിച്ചിട്ട് രാജ്യം വിട്ടു പോവുകയാണ് അദ്ദേഹം.
രാജ്യം ഉപേക്ഷിക്കുന്ന കാര്യം പറയുകയാണ്. ഏഷണത്രയങ്ങളും ഭാഗവതാഠ്യൻ മറന്ന് ഏകാഗ്ര സമബുദ്ധ്യ കാലദോഷത്താലുള്ള കാലുഷ്യമെല്ലാം തീർത്ത് മേലിൽ നല്ലത് വരുത്തിയിടുവാൻ പ്രാർത്ഥിച്ചുടൻ സോദര അമാത്യ സാമന്താദികളോടും കൂടി സാദരം പരീക്ഷിത്തിന് അഭിഷേകവും ചെയ്തു. രാജ്യം അവങ്കൽ അമ്മാറുടൻ സമർപ്പിച്ച് പൂജ്യനായി മധുരയിൽ വജ്രനാമവനെയും ശൂരസേനാധിപത്യം വാഴുക എന്നു വിധിച്ചു. തൽക്കാരണാത്മനി ചേർത്താൻ ആശു പാവകനെയും സ്വധർമ്മനിഷ്ഠാപൂർവം ഉറപ്പിച്ച് ഏവം പുനർ അധർമ്മഭീരു നൃപൻ അസംഗാത്മനാ തൂർണം തുവർണ രത്നാഭരണാദികൾ ദാനം ചെയ്ത് തുവർണ ശരീരമാത്രേണ താൻ നിവൃത്തനായി സ്വസ്ഥനായി വിരക്തനായി മുക്തനായി വിശുദ്ധനായി പ്രസ്ഥാനം ജള ബധിര അന്ധ മൂകരെ പോലെ ദക്ഷിണ ഇതര അതായത് തെക്കിൻ്റെ ഇതര വടക്കോട്ട് യാത്ര പോയെന്ന് പറയുക. ദക്ഷിണ ഇതരയായ ദിക്കിന് തുടങ്ങിനാൻ ദക്ഷന്മാരാകും അനുജന്മാരും കൂടി പിൻപേ ഉദ്ധയാം ദ്രുപദ രാജാത്മജയോടും കൂടി, ഉദ്ധ എന്ന് വെച്ചാൽ സുന്ദരി, സ്നിഗ്ധതയാലെ നടന്നിടിനാർ പിരിയാതെ. പിന്നാലെ പോകുന്നവരെല്ലാം മരിച്ച് ഭൂമണ്ഡലം തന്നിൽ പതിക്കുന്നത് നോക്കിയിടാതെ മന്നവൻ വടക്കോട്ട് പിന്നെയും നടന്ന് ഉടൻ തന്നെ ധർമ്മസ്ഥിതിക്ക് അന്തരം വന്നിടാതെ വന്നൊരു വൈമാനികൻ തന്നോട് കൂടെ ചേർന്ന് ചെന്നുടൻ ഇന്ദ്രാലയം തന്നിൽ വാണരുളിനാണ്. ഖിന്നത ഒഴിഞ്ഞ് അനുജാതികൾ തന്നെ കണ്ട് തന്നെ മൂലത്തിങ്കൽ എല്ലാവരും ലയിച്ചാർപ്പോൾ. ഇതോടെ 6ാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു.